കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 7-ാമത് വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് എന്നുള്ള വാക്കുകളാണ്. നാം ഈ ഭൂതലത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ നാം അതിഗൗരവത്തോടുകൂടി കേൾക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നിരസിക്കുവാൻ, തള്ളിക്കളയുവാൻ, ഉപേക്ഷിപ്പാൻ പാടില്ലാത്തതായ നിരവധി സന്ദേശങ്ങൾ നമ്മുടെ കാതിനകത്ത് വന്ന് കേൾക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നാം കേൾക്കുന്നതായ ആ സന്ദേശത്തിൻ്റെ ഗൗരവങ്ങൾ നാം മനസ്സിലാക്കാതെ തള്ളിക്കളക നിമിത്തം നമുക്ക് പരാജയങ്ങൾ സംഭവിക്കപ്പെടാറുണ്ട്. ആകയാൽ നാം തള്ളിക്കളയുവാൻ പാടില്ലാത്തത്, വളരെ ശ്രദ്ധയോടെ കരുതേണ്ടത് നാം ചിന്തിച്ചുകൊണ്ട് കരുതണമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. ആദിമ മനുഷ്യനായ ആദമും ഹവ്വയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ഏദനിൽ ഏറ്റവും സുന്ദരവും മനോഹരവുമായ ആ സ്ഥലത്ത് പാർക്കുവാനാക്കി വയ്ക്കുമ്പോൾ യഹോവയായ ദൈവം അവരോട് പറഞ്ഞതായ ഒരു മൊഴിയുണ്ട്, ഒരു വാക്കുണ്ട്, ഒരു സന്ദേശമുണ്ട്, ഒരറിയിപ്പുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള ആഴമായ മൊഴിയായിരുന്നു. ആ മൊഴി കേട്ട് അതിനെ കൃത്യമായി കാത്തുസൂക്ഷിച്ച് മുൻപോട്ട് പോയ ആദമും ഹവ്വയും പിന്നത്തേതിൽ പാമ്പിൻ്റെ കൗശല വാക്കുകളുടെ മുൻപിൽ ആഴമായി, ജീവനായി, രക്ഷയ്ക്ക് കാരണമായി സൂക്ഷിച്ചു വയ്ക്കേണ്ട ആ ദൈവത്തിൻ്റെ മൊഴികളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വൃക്ഷഫലം ഭക്ഷിപ്പാനും അതവർക്ക് നാശത്തിന് കാരണമാകുവാനും ഇടയായിത്തീർന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ധനവാനെയും ലാസറിനെയും കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ആ ലാസർ ധനവാനോട് ഏറ്റവും ശ്രേഷ്ഠമായൊരു മൊഴിയാണ് അറിയിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മരണാനന്തരം അവൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് കടന്നു പോകണമെങ്കിൽ മാനസാന്തരം ആവശ്യമുണ്ടെന്നുള്ള ആഴമായ സന്ദേശമായിരുന്നു. ആ സന്ദേശത്തെ കേട്ട് അനുസരിക്കേണ്ടതിന് പകരമായി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നുപോയതായ ആ ധനവാന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ താൻ തള്ളിക്കളഞ്ഞ സന്ദേശത്തിൻ്റെ വില എത്രമാത്രം വലുതാണെന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ താൻ വന്നെത്തി നിൽക്കുവാൻ ഇടയായിത്തീർന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാക്യവും അതുതന്നെയാണ് പറയുന്നത്. ചില ഗുരുക്കന്മാരുടെ, മാതാപിതാക്കന്മാരുടെ, ആത്മീക പണ്ഡിതന്മാരുടെ, അറിവുള്ളവരുടെയൊക്കെ ആഴമായ വാക്കുകൾ മനസ്സോടെ തിരസ്കരിച്ച് മുൻപോട്ട് പോകുകയല്ല, മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മെ നന്മയിലും ശ്രേഷ്ഠതയിലും എത്തിക്കുന്നതിന് നമുക്കാവശ്യമായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജീവൻ്റെ സന്ദേശങ്ങളെ, ആഴമായ മൊഴികളെ നാം തള്ളിക്കളയുകയല്ല, പ്രത്യുത അതിനെ നാം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്നുള്ള ആഴമായ സന്ദേശം തന്നെയാണ്. ആകയാൽ എൻ്റെ പ്രിയരെ,
നമുക്ക് നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിനും തകർന്നു പോകാതിരിക്കേണ്ടതിനും നാം കേൾക്കേണ്ട മൊഴികൾ കേൾക്കുന്നവരും അത് വിട്ടുമാറാതെ അതിൽ നിലനിൽക്കുന്നവരുമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് സർവശക്തനായ ദൈവം എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ആഴമായ സന്ദേശങ്ങളെ തിരസ്കരിക്കുന്നവരും അതിനെ തള്ളിക്കളഞ്ഞ് മുൻപോട്ട് പോകുന്നവരുമായിട്ടല്ല, അതിനെ വിട്ടുമാറാതെ അതിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ, അത് ഞങ്ങൾക്ക് നന്മ അനുഭവിപ്പാൻ കാരണമായി തീരുവാൻ ഇടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.